സൂഫിസത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും തിളക്കമുള്ളതും സ്വാധീനമുള്ളതുമായ പേരുകളിൽ ഒന്നാണ് റാബിയ അൽ അദവിയ അഥവാ റാബിയ ബസ്രി. 8-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ബസ്രയിൽ ജീവിച്ചിരുന്ന റാബിയ സൂഫിസത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ സൂഫി ഗുരുവായി കണക്കാക്കപ്പെടുന്നു. നരകത്തെക്കുറിച്ചുള്ള ഭയമോ സ്വർഗത്തെക്കുറിച്ചുള്ള മോഹമോ ഇല്ലാതെ ദൈവത്തെ ദൈവത്തിനു വേണ്ടി മാത്രം സ്നേഹിക്കുക എന്ന ഉദാത്തമായ ദർശനം സൂഫിസത്തിന് പരിചയപ്പെടുത്തിയത് റാബിയയാണ്. ഭയത്തിലധിഷ്ഠിതമായ ആരാധനാ സമ്പ്രദായങ്ങളിൽ നിന്നും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഭക്തിയിലേക്കുള്ള സൂഫിസത്തിന്റെ മാറ്റം റാബിയയിലൂടെയാണ് ആരംഭിക്കുന്നത്. റാബിയയുടെ യഥാർത്ഥ ചരിത്രവും കാലക്രമേണ അവരെക്കുറിച്ച് രൂപപ്പെട്ടുവന്ന മിത്തുകളും തമ്മിൽ വേർതിരിച്ചറിയുക എന്നത് ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കും പ്രയാസമുള്ള കാര്യമാണ്. റാബിയയുടെ ജീവിതം, ദർശനങ്ങൾ, സൂഫിസത്തിലുള്ള അവരുടെ സ്വാധീനം, അവരെക്കുറിച്ചുള്ള സാഹിത്യപരവും ചരിത്രപരവുമായ വ്യാഖ്യാനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ലഭ്യമായ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സ്വാഗതം. അമവി ഭരണകൂടത്തിന്റെ തകർച്ചയും അബ്ബാസിയ ഭരണകൂടത്തിന്റെ ഉദയവും നടന്നുകൊണ്ടിരുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ മാറ്റങ്ങളുടെ കാലഘട്ടത്തിലാണ് റാബിയ ജനിച്ചതും ജീവിച്ചതും. അക്കാലത്ത് ബസ്ര കേവലം ഒരു സൈനിക കേന്ദ്രം മാത്രമായിരുന്നില്ല, മറിച്ച് അറബികളും പേർഷ്യക്കാരും സ്വതന്ത്രരാക്കപ്പെട്ട അടിമകളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രധാന തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്നു ബസ്ര. വ്യാപാരത്തിലൂടെ സമ്പത്ത് ഒരു വിഭാഗത്തിൽ കുമിഞ്ഞുകൂടുമ്പോൾ തന്നെ വലിയൊരു വിഭാഗം കടുത്ത ദാരിദ്ര്യത്തിലുമായിരുന്നു. കൈസ് ഇബ്നു അദി ഗോത്രത്തിലെ ബനു അദി കുടുംബത്തിലാണ് റാബിയ ജനിച്ചത്. ഈ കുടുംബപ്പേരിൽ നിന്നാണ് അവർക്ക് അൽ അദവിയ എന്ന പേര് ലഭിച്ചത്. റാബിയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും പിൽക്കാല സൂഫി രചനകളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. പ്രത്യേകിച്ച് 13-ാം നൂറ്റാണ്ടിൽ ഫരീദുദ്ദീൻ അത്താർ എഴുതിയിട്ടുള്ള തദ്കിറത്ത് അൽ ഔലിയ എന്ന പുസ്തകത്തിലാണ് റാബിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉള്ളത്. വളരെ ദരിദ്രവും എന്നാൽ മാന്യവുമായ ഒരു കുടുംബത്തിലായിരുന്നു റാബിയുടെ ജനനം. ജനന സമയത്ത് ആ വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കാൻ എണ്ണയോ കുഞ്ഞിനെ പൊതിയാൻ ഒരു തുണിയോ പോലുമില്ലാത്തത്ര ദരിദ്രമായിരുന്നു അവരുടെ അവസ്ഥ. കുടുംബത്തിലെ 4ാമത്തെ പെൺകുട്ടിയായിരുന്നു റാബിയ. അതുകൊണ്ട് അറബിയിൽ 4ാമത്തേത് എന്ന അർത്ഥം വരുന്ന പേരിട്ട് റാബിയെ വിളിച്ചത്. റാബിയ ജനിച്ച രാത്രി പ്രവാചകൻ മുഹമ്മദ് റാബിയുടെ പിതാവിന് സ്വപ്നത്തിൽ ദർശനം നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതുതായി ജനിച്ച കുഞ്ഞ് ദൈവത്തിന് പ്രിയപ്പെട്ടവളാണെന്നും അവൾ ഭാവിയിൽ നിരവധി പേരെ നേർവഴിയിലേക്ക് നയിക്കുമെന്നും പ്രവാചകൻ സ്വപ്നത്തിലൂടെ അറിയിച്ചു. കൂടാതെ ബസ്രയിലെ ഗവർണർക്ക് ഒരു കത്തു നൽകാനും പ്രവാചകൻ നിർദ്ദേശിച്ചു. അമീർ വ്യാഴാഴ്ചകളിൽ പതിവായി ചൊല്ലാറുള്ള ദുറൂദ് എന്ന ദിക്ർ കഴിഞ്ഞ വ്യാഴാഴ്ച മറന്നുപോയതിനാൽ അതിന്റെ പ്രായശ്ചിത്തമായി 400 ദിനാർ ഈ കത്ത് കൊണ്ടുവരുന്നയാൾക്ക് നൽകണം എന്നായിരുന്നു കത്തിലെ സന്ദേശം. സന്തോഷത്താൽ കണ്ണീരടിഞ്ഞുകൊണ്ട് റാബിയുടെ പിതാവ് അമീറിനെ ചെന്ന് കണ്ടു. പ്രവാചകന്റെ സന്ദേശം ലഭിച്ചതിൽ സന്തുഷ്ടനായ അമീർ അദ്ദേഹത്തിന് 400 ദിനാർ നൽകുകയും ചെയ്തു. റാബിയയുടെ ബാല്യകാലത്തിൽ തന്നെ അവരുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു. ഈ സമയത്താണ് ബസ്രയിൽ വലിയൊരു ക്ഷാമം ഉണ്ടാകുന്നത്. ആ ക്ഷാമം ബസ്രയുടെ ചരിത്രത്തെ മാത്രമല്ല മാറ്റിമറിച്ചത്, റാബിയ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തെയും മാറ്റിമറിച്ചു. ക്ഷാമത്തിന്റെ ഫലമായി കൂട്ടപാലായനങ്ങൾ ഉണ്ടായി. വഴിയിലെവിടെയോ വെച്ച് റാബിയയും സഹോദരിമാരും പരസ്പരം വേർപിരിയുകയും ചെയ്തു. വേർപിരിഞ്ഞ് സഞ്ചരിച്ച റാബിയ എത്തിച്ചേർന്നത് കൊള്ളക്കാരുടെ മുൻപിലായിരുന്നു. റാബിയ കൊള്ളക്കാരുടെ പിടിയിൽ അകപ്പെടുകയും അവർ റാബിയയെ അടിമച്ചന്തയിൽ ഒരു വ്യാപാരിക്ക് വിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് റാബിയ അടിമയാകുന്നത്. അടിമയായിരിക്കെ വളരെ കഠിനമായ ജോലികളായിരുന്നു യജമാനൻ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത്. എന്നാൽ പകൽ മുഴുവൻ കഷ്ടപ്പെട്ടെങ്കിലും രാത്രിയിലെ സമയം മുഴുവൻ റാബിയ ദൈവ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി നീക്കിവെച്ചു. പകലുകളിൽ അവർ മിക്കവാറും നോമ്പനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. റാബിയയെ യജമാനൻ മോചിപ്പിക്കാൻ കാരണമായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് അത്താർ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഒരു രാത്രി ഉറക്കമുണർന്ന യജമാനൻ റാബിയ പ്രാർത്ഥിക്കുന്നത് കേട്ട് അവിടേക്ക് ചെന്നു. കനത്ത ഇരുട്ടിൽ റാബിയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ തലയ്ക്ക് മുകളിലായി ചങ്ങലകളൊന്നുമില്ലാതെ വായുവിൽ തങ്ങി നിൽക്കുന്ന ഒരു പ്രകാശമുള്ള വിളക്ക് അദ്ദേഹം കണ്ടു. പ്രാർത്ഥനയ്ക്കിടെ റാബിയ ദൈവത്തോട് പറയുകയായിരുന്നു, എന്റെ നാഥ, നിന്നെ അനുസരിക്കാൻ മാത്രമാണ് എന്റെ ഹൃദയം ആഗ്രഹിക്കുന്നത്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ നിന്നിൽ നിന്ന് അകന്നു നിൽക്കില്ലായിരുന്നു. എന്നാൽ നീ എന്നെ ഒരു മനുഷ്യന്റെ അടിമയാക്കിയിരിക്കുന്നു. ഇതായിരുന്നു റാബിയ പ്രാർത്ഥിച്ചിരുന്നത്. ഈ പ്രാർത്ഥന കേൾക്കുകയും അത്ഭുത പ്രകാശം കാണുകയും ചെയ്ത യജമാനൻ ഇത്രയും പുണ്യവതിയായ ഒരു സ്ത്രീയെ അടിമയാക്കി വെക്കുന്നത് പാപമാണെന്ന് മനസ്സിലാക്കുകയും പിറ്റേ ദിവസം രാവിലെ റാബിയയെ വിളിച്ചു വരുത്തി മോചിപ്പിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം റാബിയ ബസ്രയ്ക്ക് പുറത്തുള്ള മരുഭൂമിയിലേക്ക് പോയി സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. സൂദ് എന്ന ആത്മീയധാരയാണ് അമിതമായ ഭൗതികതയ്ക്കും സുഖലോലുപതയ്ക്കും
സുഖലോലുപതക്കും എതിരെയുള്ള ഒരു ആത്മീയ പ്രതിഷേധം എന്ന നിലയിലാണ് സുഹൃദ് എന്ന ആത്മീയധാര വളർന്നു വന്നത്. ഭൗതിക വിരക്തി എന്നാണ് സുഹൃദ് എന്ന വാക്കിനർത്ഥം. തികഞ്ഞ ദാരിദ്ര്യവും ഭൗതിക വിരക്തിയുമായിരുന്നു റാബിയുടെ ജീവിത രീതി. കേടായ ഒരു മൺകുടം, ഇരിക്കാൻ ഒരു പായ, തലയണയായി ഉപയോഗിക്കാൻ ഒരു ഇഷ്ടിക എന്നിവ മാത്രമായിരുന്നു റാബിയുടെ ആകെയുള്ള സമ്പാദ്യം. ഉറക്കം തന്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുമെന്ന് കരുതി റാബിയ രാത്രി മുഴുവൻ ഉറങ്ങാതെ ആരാധനകളിൽ മുഴുകി. പ്രഭാത സമയം മാത്രം അല്പനേരം ഉറങ്ങി. റാബിയയുടെ ഈ കഠിനമായ സന്യാസ ജീവിതത്തെ റാബിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പ്രൊഫസർ ആർക്കിയ കോർണൽ വിശേഷിപ്പിക്കുന്നത് എസൻഷ്യൽ അസെറ്റിസിസം എന്നാണ്. അതായത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല റാബിയ ദൈവത്തെ സ്നേഹിച്ചിരുന്നതും ആരാധിച്ചിരുന്നതും. ദൈവത്തോടുള്ള പൂർണ്ണമായ സമർപ്പണം മാത്രമായിരുന്നു റാബിയുടെ നീയത്തെന്നാണ് കോർണൽ പറയുന്നത്. തനിക്ക് ഭൗതികമായ ഒരു കാര്യത്തിനും ദൈവമല്ലാത്ത മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല എന്ന് റാബിയ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഒരിക്കൽ സുഹൃത്തുക്കൾ അവർക്കൊരു സഹായിയെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ റാബിയ മറുപടി നൽകി. ഈ ലോകത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ ദൈവത്തോട് ഭൗതിക കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് നാണമാണ്. അപ്പോൾ പിന്നെ ഇതെല്ലാം സ്വന്തമല്ലാത്ത മനുഷ്യനോട് ഞാൻ എങ്ങനെ സഹായം ചോദിക്കും? അതുപോലെ ഒരു ധനികനായ വ്യാപാരി അവർക്ക് സ്വർണ്ണ നാണയങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ അവർ അതും നിരസിച്ചു. തന്നെ സ്മരിക്കാത്തവർക്ക് പോലും ദൈവം ഉപജീവനം നൽകുമ്പോൾ ദൈവത്തെ മാത്രം സ്നേഹിക്കുന്ന തനിക്ക് ദൈവം ഉപജീവനം നൽകില്ലേ എന്ന് റാബിയ ആ വ്യാപാരിയോട് ചോദിച്ചു. റാബിയുടെ അസാധാരണമായ ഭക്തിയും പ്രശസ്തിയും കാരണം അക്കാലത്തെ പ്രഗത്ഭരായ പലരും അവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവരെയെല്ലാം റാബിയ നിരസിച്ചു. ബസ്രയിലെ ഗവർണർ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ ഹാഷ്മി അവരെ വിവാഹം കഴിക്കാനായി ലക്ഷക്കണക്കിന് ദിനാർ വാഗ്ദാനം ചെയ്തു. നിങ്ങളുടെ മുഴുവൻ സ്വത്തും എനിക്ക് ലഭിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എന്റെ അടിമയായി മാറിയാലും എനിക്കതിൽ യാതൊരു താല്പര്യവുമില്ല. ഒരു നിമിഷം പോലും എന്റെ ശ്രദ്ധ ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രശസ്ത പണ്ഡിതനായിരുന്ന ഹസൻ അൽ ബസ്രിയും റാബിയയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതായുള്ള കഥകളുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള ഹസൻ അൽ ബസ്രിയുടെ ചോദ്യത്തിന് റാബിയ നൽകിയ മറുപടി സൂഫി ദർശനങ്ങളിൽ വളരെ പ്രധാനമാണ്. അസ്തിത്വമുള്ളവർക്ക് മാത്രമേ വിവാഹബന്ധത്തിൽ ഏർപ്പെടാനാകൂ. ഇവിടെ എനിക്ക് എന്റേതായ അസ്തിത്വമില്ല. ഞാൻ എന്റെ സ്വന്തമല്ല. ഞാൻ അവന്റേതാണ്. അവന്റെ ആജ്ഞയുടെ തണലിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിനാൽ എന്റെ കാര്യം നിങ്ങൾ അവനോട് ചോദിക്കേണ്ടതുണ്ട്. റാബിയയെ ഹസൻ ബസ്രി വിവാഹം ആലോചിച്ചിരുന്നു എന്നത് ഒരുപക്ഷെ കഥ മാത്രമാവാനാണ് സാധ്യത. ചരിത്രത്തിൽ അതിനുവേണ്ട രീതിയിലുള്ള തെളിവോ കാലഘടനകളിൽ കൃത്യതയോ ഇല്ല. റാബിയയുടെ കടുത്ത ബ്രഹ്മചര്യം അവരുടെ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഉടലെടുത്തത്. ദൈവിക പ്രണയത്തിന്റെ ദർശനം അഥവാ ഇഷ്കെ ഹക്കീക്കി സൂഫിസത്തിന് റാബിയ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. റാബിയുടെ കാലഘട്ടം വരെ സൂഫിസത്തിലും ഇസ്ലാമിക ലോകത്തും നരകത്തെ ഭയന്നും സ്വർഗത്തെ മോഹിച്ചുമുള്ള ആരാധനാ രീതികൾക്കായിരുന്നു പ്രാധാന്യം. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ദൈവത്തെ സ്നേഹത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുക എന്ന ആശയം റാബിയ മുന്നോട്ട് വെച്ചു. സ്വർഗത്തെക്കുറിച്ചുള്ള മോഹവും നരകത്തെക്കുറിച്ചുള്ള ഭയവും ദൈവത്തെ കാണുന്നതിൽ നിന്ന് മനുഷ്യനെ തടയുന്ന മറകളാണെന്ന് റാബിയ വിശ്വസിച്ചു. ഈ ആശയം വ്യക്തമാക്കുന്ന അതിപ്രശസ്തമായ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ ബസ്രയിലെ തെരുവുകളിലൂടെ ഒരു കൈയിൽ കത്തുന്ന തീപ്പന്തവും മറുകൈയിൽ ഒരു ബക്കറ്റ് വെള്ളവുമായി അതിവേഗം ഓടുന്ന റാബിയയെ ആളുകൾ കണ്ടു. എങ്ങോട്ടാണ് പോകുന്നത് എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ സ്വർഗത്തിന് തീയിടാനും നരകത്തിലെ തീ ഈ വെള്ളമൊഴിച്ച് കെടുത്താനും പോവുകയാണ്. സ്വർഗമെന്ന മോഹവും നരകമെന്ന ഭയവുമില്ലാതെ സൃഷ്ടാവായ ദൈവത്തെ അവന്റെ സ്വന്തം പേരിൽ മാത്രം ജനങ്ങൾ സ്നേഹിക്കാൻ വേണ്ടിയാണിത്. ദൈവത്തോടുള്ള സ്നേഹമല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചുള്ള ആരാധന ഒരുതരം സ്വാർത്ഥതയാണെന്നും അത് യഥാർത്ഥ ഭക്തിക്ക് നിരക്കാത്തതാണെന്നും റാബിയ വാദിച്ചു. റാബിയുടെ പ്രാർത്ഥനകൾ മുഴുവൻ ഈ ദൈവിക പ്രണയത്തിൽ ലയിച്ചുകൊണ്ടുള്ളതായിരുന്നു. അവരുടെ ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥനാ വരികൾ ഇങ്ങനെയാണ്: ഓ എന്റെ നാഥ, ഞാൻ നിന്നെ ആരാധിക്കുന്നത് നരകത്തെ ഭയന്നിട്ടാണെങ്കിൽ എന്നെ നീ ആ നരകത്തിലിട്ട് കത്തിക്കുക. ഞാൻ നിന്നെ ആരാധിക്കുന്നത് സ്വർഗം ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിൽ എനിക്ക് നീ സ്വർഗം നിഷേധിക്കുക. എന്നാൽ നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നതെങ്കിൽ നിന്റെ അനശ്വരമായ സൗന്ദര്യം എന്നിൽ നിന്ന് മറക്കരുതേ. പിൽക്കാല സൂഫിസത്തിന്റെ അടിസ്ഥാനശിലയായി മാറിയത് റാബിയുടെ ഈ ദർശനങ്ങളാണ്. സൂഫി ചരിത്രത്തിൽ കേവലം ഒരു ഭക്ത എന്നതിലുപരി വലിയൊരു ആത്മീയ ഗുരുവായി റാബിയെ നമുക്ക് കാണാനാവുന്നതാണ്. അക്കാലത്തെ പ്രഗത്ഭരായ മതപണ്ഡിതർക്കും ആത്മീയ നേതാക്കൾക്കും അവർ ഉപദേശങ്ങൾ നൽകിയിരുന്നു. ബയാൻ അഥവാ യുക്തിഭദ്രതയുള്ള വ്യക്തി എന്നും റാബിയ അൽ മുസ്മയിയ അഥവാ ശ്രദ്ധിക്കപ്പെട്ടവൾ എന്നും പണ്ഡിതന്മാർ റാബിയെ വിശേഷിപ്പിച്ചു. ഇസ്ലാമിക നിയമ പണ്ഡിതനും ഹദീസ് പണ്ഡിതനുമായ സുഫിയാൻ അൽ തൗരി റാബിയുടെ ഉപദേശങ്ങൾ തേടി സ്ഥിരമായി അവരുടെ അടുക്കൽ വന്നിരുന്നത് ചരിത്രം പറയുന്നുണ്ട്. ഹസൻ അൽ ബസ്രി, മാലിക് ബിൻ ദീനാർ, ഷക്കീഖ് അൽ ബൽഖി എന്നിവരുമായും റാബിയ സംവാദങ്ങൾ നടത്തിയിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. റാബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി അത്ഭുത കഥകൾ അഥവാ ഖറാമത്ത് കഥകൾ പ്രചാരത്തിലുണ്ട്. ഹസൻ അൽ ബസ്രിയുമായി ബന്ധപ്പെട്ട ഒരു കഥ വളരെ പ്രസിദ്ധമാണ്.
ഒരിക്കൽ ഹസൻ അൽ ബസ്രി ഒരു തടാകത്തിൽ വെച്ച് റാബിയയെ കണ്ടു. തന്റെ പ്രാർത്ഥനാപായ വെള്ളത്തിനു മുകളിൽ വിരിച്ചുകൊണ്ട് ഹസൻ റാബിയയോട് പറഞ്ഞു, "വരൂ റാബിയ, നമുക്കിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം." ഇതുകണ്ട റാബിയ തന്റെ പ്രാർത്ഥനാപായ വായുവിലേക്ക് വലിച്ചെറിഞ്ഞ് അതിൽ കയറിയിരുന്ന് ഹസനോട് പറഞ്ഞു, "ഹസൻ, ആളുകൾ കാണുന്ന രീതിയിൽ ഭൗതിക ലോകത്ത് ആത്മീയത പ്രദർശിപ്പിക്കുമ്പോൾ അത് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ഒന്നായിരിക്കണം. നിങ്ങൾ ചെയ്തത് മത്സ്യങ്ങൾക്കും ചെയ്യാൻ കഴിയും, ഞാൻ ചെയ്തത് ഈച്ചകൾക്കും ചെയ്യാൻ കഴിയും. യഥാർത്ഥ ആത്മീയത ഈ ചെപ്പടി വിദ്യകൾക്ക് അപ്പുറത്താണ്. നമ്മൾ യഥാർത്ഥ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം." ഹസൻ അൽ ബസ്രിക്ക് റാബിയ നൽകിയ വലിയൊരു പാഠമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊരു സംഭവത്തിൽ ഹസൻ അൽ ബസ്രി റാബിയയെ കാണാൻ വന്നപ്പോൾ അവരുടെ വീട്ടിൽ വെളിച്ചമില്ലായിരുന്നു. അപ്പോൾ റാബിയ തന്റെ വിരലുകളിൽ ഊതി. അപ്പോൾ ആ വിരലുകൾ വിളക്കുപോലെ പ്രകാശിച്ചു. നേരം വെളുക്കുവോളം ആ വിരലുകൾ വീട്ടിൽ പ്രകാശം നൽകി. ഫരീദുദ്ദീൻ അത്താർ ഈ സംഭവം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പ്രൊഫസർ ആർക്യ ഇലറൂയി കോർണൽ തന്റെ റാബിയ ഫ്രം നരേറ്റീവ് ടു മിത്ത് എന്ന കൃതിയിൽ റാബിയയുടെ ജീവചരിത്രം എങ്ങനെയാണ് നൂറ്റാണ്ടുകളിലൂടെ രൂപപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. റാബിയ നേരിട്ട് ഒരു പുസ്തകവും എഴുതിയിട്ടില്ല. അവരുടെ മരണത്തിന് ശേഷം 400 വർഷങ്ങൾ കഴിഞ്ഞാണ് അവരുടെ ആദ്യത്തെ ജീവചരിത്രം എഴുതപ്പെടുന്നത്. 8-ാം നൂറ്റാണ്ടിലെ റാബിയയുടെ യഥാർത്ഥ ജീവിതം പിൽക്കാല സൂഫി എഴുത്തുകാർ തങ്ങളുടെ ദാർശനിക ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. 4 ഘട്ടങ്ങളായാണ് ആർക്യ റാബിയയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത്. ഒന്നാമതായി റാബിയ ദി ടീച്ചർ. അൽ ജാഹിസ്, ഇബ്നു അബി താഹിർ തൈഫൂർ തുടങ്ങിയ പണ്ഡിതരും എഴുത്തുകാരും റാബിയെ യുക്തിഭദ്രമായ അറിവുള്ള ഒരു ഗുരുവായി രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായി റാബിയ ദി അസറ്റിക്. ഭൗതിക വിരക്തിയുടെ പ്രതീകമായി ആദ്യകാല സൂഫികൾ അവരെ കണ്ടു. എല്ലാം ഇട്ടെറിഞ്ഞ് കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന റാബിയെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. മൂന്നാമതായി റാബിയ ദി ലോവർ. 10-ാം നൂറ്റാണ്ടിൽ അബു താലിബ് അൽ മക്കിയാണ് റാബിയെ ദൈവിക പ്രണയത്തിന്റെ ഉദാത്ത മാതൃകയായി ആദ്യമായി അവതരിപ്പിച്ചത്. നാലാമതായി റാബിയ ദി സൂഫി. അൽ സുലാമി ഉൾപ്പെടെയുള്ള പണ്ഡിതർ അവരെ ഇസ്ലാമിലെ ഏറ്റവും തികഞ്ഞ സൂഫി വനിതയായി അവതരിപ്പിച്ചു. 13-ാം നൂറ്റാണ്ടിൽ ഫരീദുദ്ദീൻ അത്താർ തദ്കിറത്ത് അൽ ഔലിയ എഴുതിയതോടെയാണ് റാബിയയുടെ ജീവിതം പൂർണ്ണമായും ഒരു മിത്തായി മാറുന്നത്. റാബിയയുടെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടുകൾ, അടിമത്തം, അത്ഭുതങ്ങൾ എന്നിവയെല്ലാം അത്താർ കൂട്ടിച്ചേർത്തതാണ് എന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. സിറിയയിലുണ്ടായിരുന്ന റാബിയ ബിൻത് ഇസ്മായിൽ എന്ന എഴുത്തുകാരിയുടെ ജീവിത കഥയും കവിതകളും കാലക്രമേണ റാബിയ ബസ്രിയുടെ പേരിൽ ചേർക്കപ്പെട്ടു എന്നും ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഹിജ്റ 1085 അതായത് ക്രിസ്തുവർഷം 801 റാബിയ മരണപ്പെടുന്നത്. "എന്റെ പ്രിയപ്പെട്ടവൻ എപ്പോഴും എന്നോടൊപ്പമുണ്ട്" എന്നാണ് അവസാനമായി റാബിയ പറഞ്ഞതെന്ന് പറയപ്പെടുന്നുണ്ട്. മരിക്കുമ്പോൾ ഒരു പായയും മൺകുടവും തലേണയായ ഇഷ്ടികയും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഖുർആനിലെ അൽ ഫജർ എന്ന അധ്യായത്തിലെ 27-ാം ആയത്തായ "ഓ ശാന്തി അടഞ്ഞ ആത്മാവേ, നിന്റെ നാഥനിലേക്ക് തൃപ്തിയോടെ മടങ്ങുക" എന്ന ദൈവിക വചനം മരണസമയത്ത് മുഴങ്ങിക്കേട്ടതായി അത്താർ രേഖപ്പെടുത്തുന്നുണ്ട്. ബസ്രയിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന് മിക്ക ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നു. എന്നാൽ ജെറുസലേമിലും ഖൈറോവിലും ദമസ്കസിലും റാബിയയുടെ പേരിൽ മക്ബറകളുണ്ട്. റാബിയ അൽ അദവിയ ഇസ്ലാമിക സൂഫിസത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. പിൽക്കാലത്ത് വന്ന ജലാലുദ്ദീൻ റൂമി, ഇബ്നു അറബി തുടങ്ങിയ മഹാന്മാരായ സൂഫി ദാർശനികരുടെയെല്ലാം ചിന്തകൾക്ക് അടിത്തറയിട്ടത് റാബിയയുടെ ചിന്തകളാണ്. ഇതൊക്കെയാണ് റാബിയെക്കുറിച്ചുള്ള ചെറു വിവരണം. പല സോഴ്സുകളെ ആശ്രയിച്ചാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. മറ്റൊരു ചിന്തകന്റെ ജീവിതവും ചിന്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.